നമ്മളെ അച്ഛമ്മയുടെ സൂപ്പർ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനായിട്ട് ഒരു 10 മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല നാരുള്ള മാങ്ങയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും. ഇവിടെ ഇന്നിപ്പോൾ ചപ്പിക്കുടിയ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ചപ്പിക്കുടിയ മാങ്ങ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ആവാറുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയുടെ കഥ പറയേ വേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റാണ്. മാമ്പഴം നന്നായി തോല് കളഞ്ഞെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് തിരുമ്മി നമ്മൾ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അരച്ചെടുക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല മുറി തേങ്ങ ചെരുകിയതെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 10 അല്ലിയോളം ചുവന്നുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക, സവാള ഒന്നും എടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നല്ല എരിവുള്ള 3 കുരുമുളകും 1 സ്പൂൺ ജീരകവും ചേർക്കുക. പിന്നീട് നമുക്കൊരു 10 അല്ലിയോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേപ്പിലയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചു ചേർക്കുക കേട്ടോ. ഈ അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് തൈര്, ഒരു കപ്പ് തൈര് എടുത്തിട്ട് ആ തൈര് നമ്മൊന്ന് മിക്സിയിലടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ മാങ്ങയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നതില്ലേ, അതിന് നമുക്ക് വേവിക്കാൻ വെക്കണം കേട്ടോ. അങ്ങനെ ആ കറി നമ്മൾ നന്നായിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഇനി ആ മാങ്ങ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. കാരണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ ഇളക്കി ഇതും തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നേരത്തെ തയ്യാറാക്കി അടിച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ തൈര് സെലക്ട് ചെയ്യുമ്പോഴെപ്പോഴും നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു വശത്തേക്ക് തന്നെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ പിരിഞ്ഞൊക്കെ പോവും, നമ്മൾ മാങ്ങക്കറി കൊളാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഒരു വശത്തേക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മാമ്പഴ പുളിശ്ശേരിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, താളിക്കാൻ പോവാണ് കേട്ടോ, കടുകൊക്കെ പൊട്ടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചട്ടി നന്നായി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് ഇതിനെ പൊട്ടിച്ചെടുക്കുക. കടുക് ഇങ്ങനെ പൊട്ടണം നന്നായിട്ട്. അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർക്കാം. ഉലുവ ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കുറച്ച് മതി. അതിലേക്ക് പിന്നെ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കൂടാതെ കുറച്ച് വേപ്പിലയും ചേർത്ത് നന്നായി അങ്ങോട്ട് കറി താളിച്ചെടുക്കുക. ഈ താളിച്ച് നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് ഒഴിക്കുമ്പോഴേക്കും നല്ല ഒരു സൂപ്പർ സ്മെല്ല് വരും. നമ്മുടെ വായിൽ നിന്ന് വെള്ളം ഊഴിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കണം മക്കളെ, അപ്പോഴേ അറിയൂ ഈ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ